ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഗൾഫിലുള്ള എല്ലാവർക്കും ഈദ് മുബാറക്. നമുക്ക് നാളെയാണല്ലോ പെരുന്നാളല്ലേ. ഇൻഷാ അല്ലാ എല്ലാവരും എന്താ പറയുക, ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലേ ഇപ്പം അടുത്ത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. കുറേ ഫലസ്തീനിലെ കുറേ കാര്യങ്ങൾ, പിന്നെ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ, പിന്നെ ഇപ്പം അവിടെ ക്യാമ്പിൽ മരണപ്പെട്ട ആൾക്കാർ, അങ്ങനെയുള്ള ഫുള്ള് എന്താ പറയുക ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത് അല്ലേ. എല്ലാ കുടുംബത്തിനും പഠിച്ച സമാധാനവും സന്തോഷവും കൊടുക്കട്ടെ, ആമീൻ. പിന്നെ ഇന്നലെ ഞാൻ അഡ്മിറ്റ് ആവാനുള്ള തയ്യാറെടുപ്പിലൊക്കെ പോയതായിരുന്നു, പക്ഷേ അഡ്മിറ്റ് ചെയ്തില്ല. എനിക്ക് ക്യാനുല ഇടാൻ വേണ്ടി പറ്റുന്നില്ല. നല്ല പോലെ ഇങ്ങനെ നെർവിലിടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബൾജായി പോകുന്നുണ്ട്. അതുകൊണ്ട് അഡ്മിറ്റ് ആയില്ല. 5 days ആൻറ്റിബയോട്ടിക് തന്നു. പിന്നെ അവർ പറഞ്ഞത് ഈ ഒരു ഭാഗമില്ലേ അവിടെ ക്യാനുല ഇടാനായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ ലിംഫിനോട് നല്ലപോലെ വളർന്നുകൊണ്ട് അവിടെ ക്യാനുല ഇടാൻ വേണ്ടി പറ്റുന്നില്ല. എന്തായാലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലങ്സിന് ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം വരാറുണ്ടോയെന്നൊന്നും എനിക്ക് കമൻറ്റ് ചെയ്യണേ. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുന്നൊക്കെ ടൈമിൽ പെട്ടെന്ന് ചുമ വന്നിട്ട് നമ്മൾ ഈ ലങ്സിൻ്റെ ഈ ഒരു നടുഭാഗമില്ലേ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള നീർക്കെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വീങ്ങി വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷനുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പം പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വന്നു. സത്യം പറഞ്ഞാൽ യാത്ര ചെയ്ത് ഞാൻ മൊത്തത്തിലും മടുത്തു. മുമ്പൊക്കെ ഞാനിങ്ങനെ ബാംഗ്ലൂർ, വെല്ലൂർ, അങ്ങനെ RCC അങ്ങനെ യാത്രയായിരുന്നു. ഇപ്പം പക്ഷേ കോഴിക്കോട് നിന്ന് തലശ്ശേരി പോകാൻ വെല്ലൂർ പോകുന്നതും ബാംഗ്ലൂർ പോകുന്നതൊക്കെ ദൂരമായിട്ടാണ് തോന്നുന്നത്. അത്രയ്ക്കും ബ്ലോക്കും കാര്യങ്ങളും റോഡ് പണിയൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക കുറഞ്ഞ മണിക്കൂർ അങ്ങ് ഇരിക്കണം. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചിട്ട്. അപ്പം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് കുറേ മെസ്സേജ് വന്നിരുന്നു. അപ്പം മെസ്സേജ് വന്നത് എന്താ പറയുക, ഞാൻ അതിന് എഗെയിൻസ്റ്റായിട്ട് പറയുന്നു, മീൻസ് എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കുറേ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സത്യത്തിൽ ഞാൻ അതിന് വിശ്വാസമില്ല എന്നല്ല പറഞ്ഞത് കേട്ടോ. ഞാൻ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പടച്ചോനെ തവക്കൽ ചെയ്യുന്നതെന്നുള്ളത്. എന്നുവെച്ചാൽ പടച്ചോനിൽ ഭാരം ഏൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ അനുഭവം പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കിത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ചില തെറ്റിദ്ധാരണകൾ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് എനിക്ക് ഈ സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞല്ലോ. 2017 എനിക്ക് ഫസ്റ്റ് സ്ട്രോക്ക് വരുന്നത്. അപ്പം ആ സമയത്ത് എന്നെ പെട്ടെന്ന് സഡൻലി ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നോർമലായിട്ടിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് നോസ് ബ്ലീഡിങ് വരിക, ബ്ലഡ് വൊമിറ്റ് ചെയ്യുക, അപ്പം തന്നെ ഞാൻ കുഴഞ്ഞ് വീഴുക. അത് ഞാൻ ഹോസ്പിറ്റലിൽ പറയുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡ് തളർന്നു പോയി, ബ്രെയിനിൽ ക്ലോട്ടിങ് ആയി എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെയും എനിക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോൾ എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ പകരം എന്നെ ഒരുപാട് ഉസ്താദുമാരെടുത്തും അങ്ങനെയുള്ള കുറേ റിലീജിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പം ആ കൊണ്ടുപോയ സമയത്തൊക്കെ ഇതേപോലെ സിഹർ ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് പഴകിപ്പോയി, ഒരുപാട് വർഷമായി. പിന്നെ ഒരാൾ പറഞ്ഞു എനിക്ക് ഞാൻ ജനിച്ച് 2ാമത്തെ വയസ്സിൽ എനിക്ക് സിഹർ ചെയ്തു, ആ സിഹർ ഇപ്പോഴും നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് അസുഖം വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്തും കൊണ്ടുപോയി എന്നെ ഒരുപാട് ദേഹോപദ്രവം ചെയ്തു, ഒരുപാട് അടിച്ച്, കുറേ ശൈത്താൻ കൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ച്. അങ്ങനെ എന്താ പറയുക, ഞാൻ എന്നെ അത്രത്തോളം വീക്കാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു എന്താ പറയുക ഈ ഒരു കാര്യം. അപ്പം ഞാനൊരിക്കലും സിഹിർ ഇല്ലയെന്നോ അല്ലെങ്കിൽ കണ്ണേറില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയൂല, അതുള്ളതാണ്. അങ്ങനൊരു സംഭവം ഉണ്ട്, അത് നമുക്ക് എന്താ പറയുക സിഹിറും കണ്ണേറും ഒക്കെ ബാധിക്കും, അത് ഉള്ളത് തന്നെയാണ്, അതിലെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ ഇതേപോലെ അസുഖം വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് അത് ചിലപ്പം ഞാൻ ചിന്തിച്ച് ഇപ്പം എനിക്ക് ആ സമയത്ത് വളരെ പക്വത കുറവുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ആ സമയത്ത് എന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് എന്നെ ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും
ഒക്കെ ചെയ്തിട്ട് ഞാനല്ല, എനിക്കെന്തോ കൂടിയിട്ടുണ്ട്, അതും 1-2 ആൾക്കാരൊന്നുമല്ല കൂടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങ് വല്ലാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ഉപദ്രവങ്ങൾക്കൊക്കെ ഉള്ള ലാസ്റ്റത്തെ ഒരു ഇത് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ അസുഖം മൂർച്ഛിച്ച് അവസാനം ഞാൻ എത്തിപ്പെട്ടതൊരു മെൻ്റൽ ഹോസ്പിറ്റലിലാണ്. ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടേഴ്സ് മെഡിസിൻ ഒന്നും തരാണ്ട് കൗൺസിലിംഗ് മാത്രം തന്നിട്ടാണ് എന്നെ റിക്കവർ ചെയ്തെടുത്തത്. അപ്പോൾ അത്രത്തോളം ഞാൻ ഈ ഒരു ഇതിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എടുത്തത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ഞാൻ അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വന്നതെന്നുള്ളത്. എനിക്കൊരു അസുഖം വരുമ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോവാം, എന്നിട്ട് ഇത് കൂടി അത് കൂടി എന്ന് പറയുക, അല്ലെങ്കിൽ സിഹർ ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം പോയ ഉസ്താദ് ഒരു എഴുത്തീര് പോലത്തെ സംഭവമൊക്കെ തന്നു, അത് നോക്കാൻ പറഞ്ഞു, അതിനകത്ത് എന്താ കാണുന്നതെന്ന് വായിക്കാൻ പറഞ്ഞു. എനിക്കതിനകത്തൊന്നും കാണുന്നില്ലായിരുന്നു. അപ്പം അവർ പറഞ്ഞു നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പം എനിക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പറഞ്ഞത് അത് നിങ്ങളല്ല, നിങ്ങളുടെ ശരീരത്തിൽ വേറെ ആരോ ആണ്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒമാനിലാണ് പഠിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പം എന്നെ ഇവിടുന്ന് ഒമാനിൽ വരെ കൊണ്ടുപോയി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ആരോ കൂടിയെന്നും പറഞ്ഞിട്ട്. അപ്പം അത്രത്തോളം എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അത്രത്തോളം തളർത്തുകയും അത്രത്തോളം ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, എന്നെ കൂടി കൊണ്ടുപോകണ്ട, കാരണം ഞാൻ അത്രത്തോളം ടയേർഡാണ്, കാരണം എന്നെ അത്രത്തോളം തളർത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ശേഷം ചെയ്യുന്നത് വെച്ചാൽ നമുക്കെല്ലാവർക്കും നമ്മളതായിട്ടുള്ള പ്രാർത്ഥനകളുണ്ടല്ലോ. 5 നേരം നിസ്കരിക്കുക, അതിൻ്റെ കൂടെ പറ്റുമ്പോൾ സുന്നത്ത് നിസ്കരിക്കുക, നമുക്ക് എന്തൊക്കെ ദിക്റും സ്വലാത്തും ഉണ്ട് ചൊല്ലാൻ, അതൊക്കെ ചൊല്ലുക. നമ്മൾ പഠിച്ചവരിൽ അങ്ങ് ഭാരം ഏൽപ്പിക്കുക. സിഹറാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിന് നമ്മളെ കൊണ്ട് എന്തൊക്കെ പ്രതിവിധി ചെയ്യാൻ പറ്റും, നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഓതാനും ചൊല്ലാനും ഒക്കെ പറ്റും. അതൊക്കെ ഞാൻ ചെയ്ത് അത് എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് വന്നത്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് ആ സംഭവങ്ങൾ. അപ്പം സിഹറില്ല എന്ന് ഞാൻ പറയുന്നില്ല, സിഹറുണ്ട്. കണ്ണേറില്ല എന്ന് പറയുന്നില്ല, കണ്ണേറുണ്ട്. എനിക്ക് ലാസ്റ്റ് വീട്ടിൽ കൂടെ എല്ലാം പോയി എൻ്റെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം എൻ്റെ അസുഖമല്ല എന്നെ തളർത്തിയതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ആളുടെ അടുത്ത് പോകണം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ കംപ്ലീറ്റ് നഷ്ടപ്പെട്ട്. അപ്പോൾ അത് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് പഠിച്ചവനോട് ദുആ ചെയ്യാം. പഠിച്ചവൻ്റെ അടുത്ത് ദുആ ചെയ്ത് പഠിച്ചവനെ അങ്ങനെ എന്തെങ്കിലും സിഹറോ കണ്ണേറോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് തട്ടിത്തെറിപ്പിച്ച് കളയാൻ വേണ്ടി പഠിച്ചവനോട് ദുആ ചെയ്യാം. അതിനുള്ള ദിക്റും സലാത്തും ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് ആ ഒരു രീതിയിലാണ്. ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് ഇപ്പം എന്താ പറയുക കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഞാനൊരു വല്ലാത്ത അവസ്ഥയിലൂടെ വന്ന ഒരാളാണ്. അത് എന്താ പറയുക ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കഥകൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഇപ്പം ചില എന്താ പറയുക സാഹചര്യങ്ങളാൽ പറയുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ഇതുപോലെ ഓരോന്ന് ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഞാൻ മറികടന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം അങ്ങനത്തെ രീതിയിൽ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും അതിനെ എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ ഒരാളല്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒക്കെ ഉള്ളതാണ്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ചിലപ്പോൾ സിഹറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉള്ളത് കൊണ്ടായിരിക്കും അസുഖങ്ങൾ മാറാത്തതും അതിൻ്റെ പേരിൽ ഓരോന്നായിട്ട് ഇങ്ങനെ വേറെ രീതിയിൽ വരുന്നതും മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നതൊക്കെ. കാര്യം എൻ്റെ ഉപ്പ അത്യാവശ്യം നല്ലൊരു ബിസിനസ് ഉള്ള മനുഷ്യനായിരുന്നു. അത്യാവശ്യം എല്ലാ ആൾക്കാരെയും സഹായിക്കുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉപ്പാൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു നിമിഷം കൊണ്ട് എല്ലാം പോയി. നമ്മൾ എന്താ പറയുക വീട് പോലും ഇപ്പം വിൽക്കാൻ വെച്ചൊരവസ്ഥയിലാണുള്ളത്. അപ്പം അത്രത്തോളം മോശമായ അവസ്ഥകളുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം. പക്ഷെ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മളെ പ്രാർത്ഥനകൾ, നമ്മൾക്കായിട്ട് പറഞ്ഞു വെച്ച കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യാന്നുള്ളതാണ് എന്നെ കൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതേ ഉള്ളൂ. കാരണം
ഈ പോകുന്ന ആൾക്കാർക്കെല്ലാം പൈസ കൊടുക്കണം. നമ്മൾ ഈ ആൾക്കാരുടെ അടുത്ത് ഇതിന് വേണ്ടി പോകുന്ന ആൾക്കാർക്കൊക്കെ പൈസ കൊടുക്കണം. അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ വേണം, അത് കൊണ്ടുവരണം, അതിന് ചെയ്യണം എന്നൊക്കെ. അപ്പം അതൊക്കെ ചിലപ്പം അവരുടേതായിട്ടുള്ള രീതികളായിരിക്കും, പക്ഷെ അത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആരും ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സോറി, ഞാൻ ആ രീതിയിൽ പറഞ്ഞതല്ല. എനിക്ക് ഒരു മെസ്സേജ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പം അവർ എൻ്റെ വീഡിയോസ് എപ്പോഴും കാണുന്നതാണ്. പക്ഷേ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് എന്താ പറയുക, ഞാൻ ദീനിൽ വിശ്വസിക്കാത്ത ഒരാളായതുകൊണ്ട് അവരെന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കൂടുതലായിട്ട് വിശദീകരിക്കാൻ പോയില്ല. കാരണം നമ്മൾ ഒരു കാര്യം വേണ്ട എന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാർക്ക് നമ്മൾ പിടിച്ച് വെച്ചിട്ട് ഇല്ല നിങ്ങൾ എൻ്റെ ചാനൽ കാണണം എന്നെനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളെ സഹായം കൊണ്ടാണ്, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ടും കിട്ടുന്ന വ്യൂസും കൊണ്ടൊക്കെയാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് എന്തെങ്കിലും രീതിയിൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം. ഇത് ഒന്ന് നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് തോന്നി. നമ്മളെല്ലാവരും അനുഭവിക്കുന്നത് വരെ നമ്മൾ വേദനകൾ വെറും കെട്ടുകഥകളാണ് എന്നൊക്കെ നമ്മൾ പല സ്ഥലത്ത് വായിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പം ഇൻഷാല്ല അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ മോനാണെങ്കിൽ ഇന്നലെ ഈ ബൈക്ക് ഓണാക്കി വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് മൂപ്പറാണെങ്കിൽ മുറ്റത്തുനിന്ന് കളിക്കുമ്പോൾ ആ ബൈക്കിൻ്റെ ആക്സിലേറ്റർ പോയിട്ട് പിടിച്ച് അങ്ങനെ വീണ് കാലൊക്കെ ചെറുതായിട്ട് ഫ്രാക്ചറൊക്കെ ആയിട്ട് മൊത്തത്തിൽ സൈഡായിട്ട് അനക്കൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണ്. മൂപ്പർ ഭയങ്കര പെരുന്നാളിന് എന്താ പറയുക, രാവിലെ പള്ളിയിൽ പോകണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു. ഇന്ന് ഭയങ്കര മൂഡ് ഓഫിലാണ്. നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് മക്കൾ മുറ്റത്ത് പോയി കളിക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എന്തോ ഭാഗ്യം പഠിച്ചവൻ്റെ കാവലും ഉണ്ട്, പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ വന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും സുഖമായിട്ടിരിക്കുക. എല്ലാവരും അവരവരുടെ വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.